Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസിഷൻ മേക്കിംഗ് പഠിക്കുമ്പം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോൺ പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് പലപ്പോഴും ചില ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ ടൂൾസ് ആണ് അല്ലെങ്കിൽ ടെക്നിക്സ് ആണ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എ വേ ടു സമ്മറൈസ് ലാർജ് ഡാറ്റ സെറ്റ്. നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ആണ് ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻഫോർമേഷനും കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യണം, ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനെ കൃത്യമായിട്ട് ചുരുക്കി മാറ്റണം അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്യണം. ആൻഡ് ഐഡൻറ്റിഫൈ പാറ്റേൺസ് ദാറ്റ് മൈറ്റ് നോട്ട് ബി ഇമ്മീഡിയറ്റ്ലി അപ്പാരൻറ്റ്. കൂടാതെ നമുക്ക് ഇമ്മീഡിയറ്റ് അപ്പാരൻറ്റിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ഏതൊക്കെയാണ് ആ പാറ്റേൺസ് എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിച്ചോളണമെന്നില്ല. അപ്പോൾ സെൻട്രൽ ടെൻഡൻസിയിൽ നമുക്ക് വലിയൊരു ഡാറ്റേനെ ഏറ്റവും ചെറുതാക്കി കിട്ടുമെന്നാണ് ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പം ആ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റേനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ ഒരു ടേബിൾ ഫോമിലോ ഒരു ഡയഗ്രമായിട്ടോ ഗ്രാഫൊക്കെ ആക്കി മാറ്റേണ്ടി വരും. പക്ഷേ ഈ ഒരു ടേബിളോ ഗ്രാഫോ ഡയഗ്രത്തിൽ നിന്നും ഒരിക്കലും ഒരു വർക്കബിൾ കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധ്യമല്ല. ആൻഡ് ഇതിൽ നിന്ന് നമുക്കൊരു റെലവൻറ്റ് ഇൻഫോർമേഷനും ഏതാണെന്ന് പ്രൊഡ്യൂസ് ചെയ്യൽ സാധ്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റ ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ കണ്ടൻസ്ഡ് ഫോം ഫോർ ദ പർപ്പസ് ഓഫ് കമ്പാരിസൺ ഓർ യൂസിങ് ടു ടേക്ക് ആപ്റ്റ് ഡിസിഷൻ. നല്ലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട്, കാരണം കമ്പാരിസൺ നടത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് സംഗ്രഹിക്കുക അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സെൻട്രൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സെൻട്രൽ വാല്യൂ കിട്ടുമ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ഹോൾ ഡാറ്റേനെ ആണ് കാണിക്കുന്നത്. നമുക്കൊരു 100 ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ 100നെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻട്രൽ വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ സെൻട്രൽ വാല്യൂവിനെ പറയുന്ന പേരാണ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ സെൻട്രൽ വാല്യൂ ഓർ ആവറേജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു വാല്യൂ, അതിനെ എന്ത് പറയുന്നത്, ഒരു സെൻട്രൽ ആവറേജ് എന്ന് പറയാം, സെൻട്രൽ വാല്യൂ എന്ന് പറയാം, സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടിപ്പിക്കൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന മൊത്തത്തിലുള്ള ആ ഗ്രൂപ്പ് ഓഫ് ഡാറ്റേനെ തന്നെയാണ് ഈ ഒരൊറ്റ വാല്യൂ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആവറേജ് നമുക്കറിയാം എന്താണ്, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ വേരിയബിളാണ്. ഒരു വേരിയബിളിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നൽകാൻ പറ്റുന്ന വാല്യൂസ് തന്നെയാണ് ആവറേജ് എന്ന് പറയുന്നത്. പിന്നെ ആവറേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരൊറ്റ സിംഗിൾ വാല്യൂ ആണ്. ഒരു എൻറ്റയർ ഗ്രൂപ്പ് ഓഫ് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂ, അതിനെയാണ് എന്ത് പറയുന്നത്, ആവറേജ് എന്ന് പറയുന്നത്. ഈ ഒരു ആൻഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് ഒബ്സർവേഷൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ, അതിൻ്റെ ഏറ്റവും ലാർജസ്റ്റും ഏറ്റവും സ്മോളസ്റ്റും ആയിരിക്കുന്നതിൻ്റെ മിഡിൽ പോർഷൻ ഇൻ ബിറ്റ്വീൻ, ഇവിടെ ആയിരിക്കും ആരുണ്ടായിരിക്കുക, ആവറേജ് ഉണ്ടായിരിക്കുക. ആവറേജ് പറയുമ്പോൾ ശരാശരിയാണ്. ഏറ്റവും ലോവസ്റ്റും അല്ല ഏറ്റവും ഹയസ്റ്റും അല്ല, അതിൻ്റെ നടുവിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ ആണ് രണ്ട് കൺസെപ്റ്റുകൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും ഈ ഒരു ഡാറ്റ സെറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒന്ന് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, പിന്നെ ഒന്ന് ഡിസ്പേർഷൻ. ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ദീസ് ആർ ദ 3 കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മെയിനായിട്ട് ഡിസ്പേർഷനും സെൻട്രൽ ടെൻഡൻസി ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ വാല്യൂ എന്ന് പറഞ്ഞു, ഒരു ഡാറ്റേനെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏറ്റവും ലോവസ്റ്റും ഹയസ്റ്റും അല്ലാത്തൊരു മിഡിൽ വാല്യൂ ആണ്. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ ഈസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റ എത്രത്തോളം സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ട് എന്ന് അറിയാനാണ് ഡിസ്പേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെഷേഴ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ്, നമുക്ക് കിട്ടിയ ഡാറ്റേനെ കൃത്യമായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുക, വ്യാഖ്യാനിക്കാൻ പറ്റുക, പ്രെഡിക്ഷൻസ് നടത്താൻ പറ്റുക, കൺക്ലൂഷൻ എടുക്കാൻ പറ്റുക, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്തിച്ചേരാനൊക്കെ വളരെ സഹായകമാണ് ഇത്തരത്തിലുള്ള മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന
വളരെ വൈഡായിട്ടുള്ള ഒരു ഡാറ്റേനെ വളരെ ചെറുതാക്കി കൊണ്ടുവന്ന് മീനിങ് ആക്കി മാറ്റാം. അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനും പ്രെഡിക്റ്റ് ചെയ്യാനും കൺക്ലൂഷൻ കൊണ്ടുവരാനൊക്കെ സാധിക്കുന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ പ്രധാനമായിട്ടും 3 മെഷേഴ്സാണുള്ളത്. 3 കോമൺ മെഷേഴ്സ്. അതൊക്കെ ഓൾമോസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മീൻ, മീഡിയൻ, മോഡ്. മീൻ, മീഡിയൻ, മോഡ്. ഇതാണ് 3 മെഷേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾക്കും അവരുടേതായ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഉണ്ട്. അതായത് മെറിറ്റും ഡീമെറിറ്റുകളും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിതിൽ ഏത് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കിട്ടിയിരിക്കുന്ന ഡാറ്റയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിരിക്കും ഇതിൽ ഏത് വേണം നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ 3 പോയിന്റുകൾ എന്താണെന്ന് മാത്രം നോക്കാം. വാട്ട് ഈസ് മീൻ? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അരിത്തമെറ്റിക് ആവറേജ്, ഒരു ഡാറ്റാ സെറ്റിൻ്റെ അരിത്തമെറ്റിക് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണോ നമുക്ക് ഇൻഫർമേഷൻ വാല്യൂ കിട്ടിയത്, ആ വാല്യൂവിനെ എല്ലാം കൂടി കൂട്ടിയിട്ട് അത് എത്ര എണ്ണം ആണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ഓഫ് ദ വാല്യൂസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ മൊത്തത്തിൽ എണ്ണിയിട്ട് എത്ര നമ്പർ ഉണ്ടായിരുന്നു എന്ന് നോക്കുക ആ വാല്യൂസിന്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഈസിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ എല്ലാ വാല്യൂവിനെ അവിടെ കൺസിഡർ ചെയ്യുന്നുമുണ്ട്. എന്നാലും സെൻസിറ്റീവ് ടു എക്സ്ട്രീംസ് ആണ് ഇതിൻ്റെ പ്രത്യേകത. വിച്ച് ക്യാൻ സ്ക്യൂ ദ റിസൾട്ട്സ്. ചിലപ്പം ആ റിസൾട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്ക്യൂ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പം നമുക്ക് ഒരു കൂട്ടം സാലറിയുടെ സെറ്റ് ഓഫ് ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കാം. ഒരു സ്ഥാപനത്തിൽ പല എംപ്ലോയീസിൻ്റെ സാലറിയുടെ വിവരങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. വൺ എക്സിക്യൂട്ടീവ് ഹാസ് ആൻ അൺയൂഷ്വലി ഹൈ സാലറി. ദ മീൻ വിൽ ബി അഫക്റ്റഡ് ബൈ ദിസ് വാല്യൂ. കാരണം നമ്മൾ മൊത്തത്തിലൊരു സ്ഥാപനത്തിൻ്റെ സാലറിയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഏറ്റവും ടോപ്പ് ലെവൽ മുതൽ ലോവർ ലെവൽ വരെ ആളുകളുടെ സാലറിയിൽ ഉൾപ്പെടുത്തണം. പക്ഷേ ഒരു എക്സിക്യൂട്ടീവിന് നല്ല ഹൈ സാലറി ആണെങ്കിൽ നമ്മൾ അവരുടെയും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യുമ്പം ആവറേജ് കണക്കാക്കുമ്പം അത് വളരെ കിട്ടുന്ന വാല്യൂ അതിനോട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആയിക്കൊള്ളുന്നില്ല. കാരണം ഒരേ രീതിയിൽ നിൽക്കുന്ന കാര്യങ്ങളെയാണ് നമുക്ക് ടോട്ടൽ ബൈ നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുക. നല്ല വേരിയേഷനും ഡിഫറൻസും ഉണ്ടെങ്കിൽ അത് ആ മാറ്റം അതിൻ്റെ മീനിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്നുള്ള പറയുന്നതും ആ ഒരു പേര് തന്നെ അറിയാൻ പറ്റും. അതിൽ അബ്നോർമൽ വാല്യൂസ് ഇൻ ദ ഡാറ്റാ സെറ്റ്. തന്നിരിക്കുന്ന ഡാറ്റാ സെറ്റിൽ എന്തെങ്കിലും അബ്നോർമൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് അത് മെഷർ ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന സെൻട്രൽ ടെൻഡൻസിയാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞതിന് മിഡിൽ വാല്യൂ എന്നാണ് പറയുന്നത്. തന്ന ഡാറ്റയിൽ ഏറ്റവും സെൻട്രൽ നിൽക്കുന്ന വാല്യൂ ആണ്. ഇപ്പോൾ നമുക്കൊരു ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡാറ്റ നമ്മൾ ആദ്യം ചെയ്തത് ഓർഡർ ആക്കുക എന്നുള്ളതാണ്. എങ്ങനെ ഓർഡർ ആക്കണം? ഒന്നില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് ആക്കുക. ആരോഹണത്തിലോ അവരോഹണത്തിലോ, അതായത് ചെറുതെന്ന് വലുതിലേക്കോ വലുതെന്ന് ചെറുതിലേക്കോ ആണ് ആദ്യം നമ്മൾ ആക്കേണ്ടത്. അതെല്ലാം ആക്കിയതിന് ശേഷം ഏറ്റവും മിഡിൽ വരുന്ന വാല്യൂ എന്താണോ അതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ആൻഡ് പ്രൊവൈഡ്സ് എ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓൺ ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡാറ്റ. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു സാലറീസിൻ്റെ ഒരു സെറ്റ് ഓഫ് ഡാറ്റ ഉണ്ട്. ഒരു എക്സിക്യൂട്ടീവിന് മാത്രം വൺ എക്സിക്യൂട്ടീവ് ഹാസ് ആൻ അൺയൂഷ്വലി ഹൈ സാലറി എന്ന് വിചാരിക്കുക. മീഡിയൻ വിൽ നോട്ട് ബി അഫക്റ്റഡ് ബൈ ദിസ് വാല്യൂ. ഇവിടുത്തെ ഒരു കേസിൽ മീഡിയൻ ഈ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യില്ല. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന എന്തു മാത്രമേ ഉള്ളൂ, അതിനൊന്ന് ഓർഡർ ആക്കുന്നു മാത്രം. ആ ഓർഡറിൽ ഏറ്റവും ഒത്ത നടുവിൽ വരുന്നത് എന്താണോ അതിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കേസാണ് മോഡ് എന്ന് പറയുന്നത്. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ എപ്പോഴാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വരുമ്പോൾ, ഒരു ഡാറ്റാ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു വാല്യൂവിനെ കുറേ തവണ കാണും. അതിനെയാണ് ആ ഒരു കോമൺ വാല്യൂ, ഒരു ഡാറ്റാ സെറ്റിലെ കോമൺ വാല്യൂവിനെയാണ് എന്ത് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ. അപ്പോൾ ഇവിടെയും എക്സ്ട്രീം വാല്യൂ അഫക്റ്റ് ചെയ്യുന്നില്ല. മീഡിയനിലും മോഡിലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ മീനിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് നോർമൽ ആൻഡ് കാറ്റഗറിക്കൽ ഡാറ്റ ഇറ്റ് മെ നോട്ട് ബി ഗുഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഓവറോൾ വാല്യൂ ഓഫ് ദ ഡാറ്റ. ഇതിൻ്റെ പ്രത്യേകത, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിലത്തെ എല്ലാ വാല്യൂസിനെയും അത് കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്തോളണം എന്നില്ല. എസ്പെഷ്യലി ഇഫ് ദർ ആർ സെവറൽ വാല്യൂസ് വിത്ത് സിമിലർ ഫ്രീക്വൻസീസ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ പല വാല്യൂസും പല ഫ്രീക്വൻസിയിലും നമുക്ക് കിട്ടിയ ഡാറ്റയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്രത്തോളം അത് ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്താണെന്നുള്ളതും അതിൻ്റെ 3 ടൈപ്സും ആണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്: മീൻ, മീഡിയൻ, മോഡ്. ഇനി ഇതിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മാനേജേഴ്സിന്
ഇത്തരത്തിലൊരു കാര്യം തീരുമാനം എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന്, സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും എന്താ കാണിക്കുന്നത്? ഒരു കൺജങ്ഷൻ വിത്ത് അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ്. മറ്റുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സുമായിട്ട് എപ്പോഴും അത് കൺജങ്ക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഈ ഒരു മീൻ മീഡിയൻ മോഡ് മെഷർ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യുബിൾ ഇൻസൈറ്റ് ആണ് ആ ഡാറ്റയെക്കുറിച്ച് നമുക്ക് കിട്ടുന്നത്. അത് എന്തുമാത്രം, നോട്ട് ഓൺലി ദ മെഷേഴ്സ് ദാറ്റ് മാറ്റർ, അതിൻ്റെ ആ ഒരു മെഷേഴ്സ് മാത്രമായിട്ടല്ല അത് മാറുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, വേരിയൻസ് ഉണ്ട്, അതർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റേൻ്റെ ക്ലിയർ പിക്ചർ കിട്ടാൻ, ബെറ്റർ പിക്ചർ കിട്ടാൻ നമുക്കിതൊക്കെ യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത്തെ പോയിന്റിൽ പറയുമ്പോൾ സെൻട്രൽ ടെൻഡൻസി ക്യാൻ ബി യൂസ് ടു ഐഡൻറ്റിഫൈ അബ്നോർമൽ വാല്യൂസ് ആൻഡ് അതർ അനോമലീസ് ഇൻ എ ഡാറ്റ സെറ്റ്. അതായത് ഇതിന് വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഡാറ്റ സെറ്റിൽ അബ്നോർമൽ ആയിട്ടുള്ള വാല്യൂസോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ടെൻഡൻസി യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മീഡിയൻ ആൻഡ് മോഡാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, സെൻട്രൽ ടെൻഡൻസി ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് പ്രെഡിക്ഷൻസ് അബൌട്ട് ഫ്യൂച്ചർ ഔട്ട്കംസ്. ഈ ചെയ്തതിൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചർ ഔട്ട്കം എന്താവും എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇഫ് എ കമ്പനി നോസ് ദാറ്റ് മീഡിയൻ സെയിൽ ഫിഗർ ഫോർ ഗിവൺ പ്രൊഡക്റ്റ് ഈസ് 10 lakh, ദേ ക്യാൻ യൂസ് ദ ഇൻഫർമേഷൻ ടു മേക്ക് പ്രെഡിക്ഷൻസ് അബൌട്ട് ഹൗ മച്ച് റവന്യൂ ദേ വിൽ ജനറേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. എത്ര ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ബേസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദ സെൻട്രൽ ടെൻഡൻസി ഈസ് ജസ്റ്റ് വൺ ടൂൾ ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരുപാട് ടൂളുകളുണ്ട്, അതിലത്തെ ഒരു ടൂള് മാത്രമാണ് എന്ത്, സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. അൾട്ടിമേറ്റ്ലി ദ ബെസ്റ്റ് ഡിസിഷൻസ് കം ഫ്രം എ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ അനാലിസിസ്. കാരണം ഏറ്റവും നല്ലൊരു ഡിസിഷൻ വരുന്നത് എപ്പോഴും ഡാറ്റ അനലൈസ് ചെയ്യുമ്പോഴോ എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റോ മറ്റുള്ള ഫാക്ടേഴ്സിനെയോ ഒക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഒരു മാനേജറെ സംബന്ധിച്ചോളം എങ്ങനെ ഡിസിഷൻ എടുക്കാം എന്നുള്ളതിന് എത്രത്തോളം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് ഈ ഒരു 4 പോയിന്റ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്